സൺഡേ ആയിട്ട് ഇന്ന് നെയ്ച്ചോറും ബിരിയാണിയൊന്നും അല്ല കേട്ടോ. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ അല്ല, നല്ല ഫ്രൈ ചെയ്ത ചിക്കൻ വെച്ചിട്ട് ചിക്കൻ പെരട്ടാണ്, അല്ല വരട്ടിയതാണ്. നല്ലോണം പെപ്പറും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് അത്യാവശ്യം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിലോട്ട് ഉള്ളിയും തക്കാളിയും നമ്മൾ നോർമൽ മസാലയെല്ലാം ഇട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ അതിലിട്ടിട്ടില്ലേ, നല്ല ചിക്കൻ വരട്ടിയത്. ഇതെന്തിൻ്റെ കൂടിയും കൂടുന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ആക്കിയത്. ഫ്രൈഡ് റൈസിനുള്ള ചോറും വെജിറ്റബിൾസൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി രുചി വരുമ്പോൾ ഉണ്ടാക്കിയാൽ മാത്രം മതി. ഈ ലെഗ് പീസും ലിവറൊക്കെ ഫ്രൈ ചെയ്യുമ്പം പൊട്ടുമല്ലേ. എനിക്ക് മുമ്പേ ചെറുപ്പം തൊട്ടേ എന്നെയാണ് ഫ്രൈ ചെയ്യാൻ വിടുക. ആ ടൈം തൊട്ടേ എൻ്റെ മേല് മൊത്തം പൊള്ളലാണ്. ഇന്ന് എന്താണെന്നറിയില്ല, അറിയാണ്ടൊന്ന് പൊള്ളിപ്പോയി. പൊള്ളിയെന്നല്ല, എണ്ണ വല്ലാണ്ട് തെറിച്ച് കൈക്ക് നല്ലോണം പറ്റി. എന്നാലും കുഴപ്പമില്ല, കൈക്കൊന്നും പറ്റിയില്ല. അതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ മാറ്റി ആ എണ്ണയിലോട്ട് തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനത്തെ എല്ലാ മസാലയും ഇട്ട് അവസാനം ഫ്രൈ ചെയ്ത ചിക്കനും ഇട്ട് അങ്ങനെ എൻ്റെ ചിക്കൻ വരട്ടിയത് റെഡിയായി. ഈ ചിക്കൻ വരട്ടിയത് ഒടുക്കത്തെ ടേസ്റ്റാണ്, അത് പറയാനൊന്നുമില്ല. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാ ഞായറാഴ്ചയും നെയ്ച്ചോറും ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കൽ. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഫ്രൈഡ് റൈസിലേക്ക് മാറ്റി പിടിച്ചത്. പക്ഷേ ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്ന സാധനം എനിക്കും രുചിക്കും പേഴ്സണലി വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുപോലെ ഈ ബസ്മതി റൈസും നമുക്ക് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിപ്പം ബിരിയാണി വെക്കൽ നമ്മളെ ജീര റൈസിലാണ് കേട്ടോ. അത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം 5 കിലോ വാങ്ങിച്ചിട്ടാണ് വന്നത്. ഇവിടെ ഒടുക്കത്തെ റേറ്റാണ് കേരള സ്റ്റോറിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ എന്തിനാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന്. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് എനിക്കും രുചിക്കും ഇഷ്ടപ്പെട്ടാലോ, ഒന്ന് ട്രൈ ചെയ്യണ്ടേ. ഫ്രൈഡ് റൈസ് ഞാൻ രുചി വന്നതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കിയത്. രുചി വരുമ്പം കുൽഫി കൊണ്ടുവന്നിട്ടുണ്ടായി, അതും കഴിച്ചുകൊണ്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. സോയാ സോസ് ഉണ്ടായില്ല, സാരില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തൽക്കാലം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് അതിൽ ആഡ് ചെയ്തിന്, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഈ ഫ്രൈഡ് റൈസ്. അങ്ങനെ എൻ്റെ ചിക്കൻ വരട്ടിയതും ഫ്രൈഡ് റൈസും ഒക്കെ കൂട്ടിയാണ് ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ. അപ്പോൾ ഓക്കെ ഗൈസ്.